അബ്രഹാമിനോട് പറഞ്ഞു, ഇനിമേൽ നീ അബ്രാം എന്നല്ല അബ്രഹാം എന്ന് വിളിക്കപ്പെടും. യാക്കോബിനോട് കർത്താവ് പറഞ്ഞു, ഇനിമേൽ നീ യാക്കോബ് എന്നല്ല മറിച്ച് നീ ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, 148 സങ്കീർത്തനത്തിന്റെ 2 തിരുവചനത്തിൽ ഇപ്രകാരം പറയുകയാണ്, ഇസ്രായേൽ തന്റെ സൃഷ്ടാവിൽ സന്തോഷിക്കട്ടെ, സിയോന്റെ മക്കൾ തങ്ങളുടെ രാജാവിൽ ആനന്ദിക്കട്ടെ. പ്രിയ ദൈവമക്കളെ, തുടർന്നുള്ള സമയങ്ങളിൽ അഭിനവ ഇസ്രായേലായ നാം ഓരോരുത്തരും നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിൽ ആനന്ദിക്കുകയും സന്തോഷിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന മഹനീയ നിമിഷങ്ങളാണ് കടന്നു വരാൻ പോകുന്നത്. തുടർന്നുള്ള സമയങ്ങളിൽ നല്ലവനായ ദൈവത്തെ, നമ്മുടെ സൃഷ്ടാവും രാജാവുമായ ദൈവത്തെ സ്തുതികൾ അർപ്പിച്ചുകൊണ്ട് നാം ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. തുടർന്നുള്ള സമയങ്ങളിൽ ഈ സ്തുതി ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നത് ശാലോം ശുശ്രൂഷകനായ ജെയിൻ ഡേവിസ് എന്ന സഹോദരനാണ്. ആ സഹോദരനോട് ചേർന്നുകൊണ്ട് ഹൃദയം തുറന്ന് സൃഷ്ടാവായ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. നമ്മൾ ഈശോയെ സ്തുതിക്കാൻ പോവുകയാണ്, നമ്മൾ ഈശോയെ ആരാധിക്കാൻ പോവുകയാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ ജപമാലയൊക്കെ ചൊല്ലി ഹൃദയത്തിൽ ഒത്തിരി സന്തോഷമുണ്ട്. സന്തോഷമുണ്ടോ? ഇല്ലേ? ഉണ്ട്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടി, ആ പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഹൃദയത്തിൽ ഒത്തിരി സന്തോഷം ഉണ്ടാകും. ഹല്ലേലൂയ. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, ഭൂമിയെ പാദപീഠം, കിരീടത്തിലെ ചന്ദ്രൻ, പരിശുദ്ധ അമ്മ സർവ്വ പ്രഭയോടും കൂടെ നമ്മുടെ മധ്യേ നമുക്ക് വേണ്ടി തിരുക്കുമാരൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ ഒരുങ്ങി നിൽക്കുക. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നതിന് മുൻപ് ബ്രദർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾക്ക് ഈശോയുടെ മുൻപിലിരുന്ന് ഈശോയെ കണ്ട് പ്രാർത്ഥിച്ച് ഈശോയോട് സംസാരിച്ച് അതുവഴി ഇങ്ങോട്ടേക്ക് കടന്നു വരിക. ഈശോയെ, ദിവികാരണി ഈശോയെ കണ്ടതിന് ശേഷം പിന്നെ ഇങ്ങോട്ട് കാണുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും മുഖമാണ്. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ അടുത്ത് ഇങ്ങനെ ഇരുന്നപ്പോൾ ഒത്തിരി അടുത്ത് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഈശോയെ ഇങ്ങനെ നോക്കി. ഒത്തിരി കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കാമല്ലോ നമുക്ക് ഈശോയോട്. അങ്ങനെ ഈശോയെ ഇരിക്കുന്ന ആ സക്രാരിയിലെ കൊത്തുപണികളിലേക്കൊക്കെ ഞാൻ നോക്കി. മുന്തിരിയുണ്ട്, മീനിൻ്റെ കൊത്തുപണികളുണ്ട്, അങ്ങനെ ഒരു പടങ്ങളൊക്കെ ആയിട്ട്. അപ്പോഴേ ഞാനിങ്ങനെ മനസ്സിൽ ഓർക്കുകയാണ്, ഈ ഇരിക്കുന്നത് എൻ്റെ ഈശോയാണ്. ഈ ഈശോയെ ഇങ്ങനെ ഇത്രയൊക്കെ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ? അല്ലെങ്കിൽ ഈശോയെ നമുക്ക് എങ്ങനെ ഒന്ന് വെക്കാൻ പറ്റും? കാരണം ഈശോയാണ്. ഈശോയെ എങ്ങനെ നമുക്കൊന്ന് ഇരുത്താൻ പറ്റും? എവിടെ നമുക്കൊന്ന് ഇരുത്താൻ പറ്റും? ഈ സക്രാരി കണ്ടാൽ മോശമാണെന്നൊന്നും അല്ല കേട്ടോ. അത് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളത് ഏറ്റവും മനോഹരമാക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, ഏറ്റവും മനോഹരമായിട്ട് അത് ചെയ്തിട്ടുമുണ്ട്. എന്നാൽ അതിലിരിക്കുന്നത് ദൈവമാണ്. നമ്മൾ എത്ര മനോഹരമാക്കാൻ നോക്കിയാലും ഒരു ദൈവത്തിന് ഇരിക്കാൻ മാത്രം മനോഹരമാകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം നമുക്ക് മനുഷ്യന് പരിമിതികളുണ്ട്. ഹല്ലേലൂയ. പരിമിതികളുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഈശോ നമ്മളോടൊപ്പം അവിടെ ആയിരിക്കുക. അപ്പോൾ ഈശോ എൻ്റെ മനസ്സിൽ ഇങ്ങനെ മന്ത്രിക്കുക, ഞാൻ എന്തിനാണ് മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നത്? ഞാൻ എന്തിനാണ് ഈ വചനങ്ങളെല്ലാം പങ്കുവെച്ചത്? ഞാൻ എന്തിനാണ് പീഡകളേറ്റത്? ഞാൻ എന്തിനാണ് മരിച്ചത്? ഞാൻ എന്തിനാണ് ഉയർത്തത്? ഈശോ നമ്മോടൊപ്പമാകാൻ, അപ്പമായി മാറാൻ, ആ അപ്പമായി നമ്മളിൽ വസിക്കാൻ ഈശോ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ അപ്പമാണ്, ആ അപ്പമായ ഈശോയാണ് എൻ്റെ മുൻപിലായിരിക്കുന്നത്. അവൻ നമ്മോടുള്ള സ്നേഹത്തെ പ്രതി അവൻ കേവലം ഒരപ്പമായി നമ്മുടെ മുൻപിലേക്ക് വന്നു. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിലേക്ക് വന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ മനുഷ്യരാണ്, നമുക്ക് പരിമിതികളുണ്ട്. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും പരിമിതിയുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഇവിടെ നിന്ന് ഈ സ്തുതി ആരാധനയ്ക്ക് നമ്മൾ ഈ ഒരു സമൂഹത്തെ സഹായിക്കുമ്പോൾ എനിക്കറിയാം എനിക്കും പരിമിതികളുണ്ട്. ഞാൻ ചിലപ്പോൾ എന്നിലേക്ക് തിരിഞ്ഞു നോക്കും,
അപ്പോൾ എത്രമാത്രം കുറവുകളുള്ള ഒരു വ്യക്തിയാണെന്ന് ഞാൻ തിരിച്ചറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോഴാണ് നമ്മളെ സഹായിക്കുന്നത് കൂദാശകളൊക്കെ. ഹല്ലേലൂയ. ഞാൻ കടന്നു വരുന്നത് ഇതിലേക്കാണ് പ്രിയപ്പെട്ടവരെ. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 5-ാം അധ്യായം 19-ാം വാക്യം ഇങ്ങനെയാണ്: നാം ദൈവത്തിലാണെന്നും എന്നാൽ ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തി വലയത്തിലാണെന്ന് നാം കാണുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു വചനം ഞാൻ എടുക്കാൻ കാരണമുണ്ട്. ആനുകാലികമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഈ ലോകത്തിലേക്കൊക്കെ നമ്മൾ നോക്കുമ്പോൾ, ഒരുപക്ഷെ നമ്മളെ വേദനിപ്പിക്കുന്ന ഒത്തിരി വാർത്തകളും കാര്യങ്ങളൊക്കെ ഈ നാളുകളിൽ ഉണ്ടായേക്കാം. എന്നാൽ നാം കർത്താവിൻ്റെ മക്കളാണെന്ന് മറക്കാതിരിക്കുക. മനുഷ്യരും ബലഹീനരുമാണെങ്കിലും നമ്മൾ ഈശോയുടെ സ്വന്തം ജനമാണ്. ഹല്ലേലൂയ. ഓരോ വിശുദ്ധ കുർബാനയിലും അപ്പമായി എന്നിലേക്ക് കടന്നു വന്ന് ഞാനും ഒരു ഈശോയായി മാറുന്ന ഒരു ഈശോ തന്നെയാണ് ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ പ്രിയപ്പെട്ടവരെ, ഇതിനൊക്കെ നമ്മളെ സഹായിക്കുന്ന കൂദാശകളൊക്കെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, എന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ വേഗം ഓടിപ്പോകുന്നത് കുമ്പസാരക്കൂടിൻ്റെ അടുത്തേക്കാന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ വിശുദ്ധിയെ തകർക്കണമെങ്കിൽ ഒരുപക്ഷെ കൂദാശകൾ ഇല്ലാതാകണം. ആ കൂദാശകൾ പരികർമ്മം ചെയ്യുന്ന അഭിഷക്തരില്ലാതാകണം, ശുശ്രൂഷകരില്ലാതാകണം. ഇതൊക്കെ ആരുടെ ആഗ്രഹമാണ്? ഉത്തരം വന്നു, പിശാചിന്റെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ഒരു ദൈവമകന്, ഒരു ദൈവമകള്, അവൾക്ക് ഒരൊറ്റ ശത്രുവേ ഉള്ളൂ. ഒരേ ഒരു ശത്രു. ആരാത്? പിശാച്. ഈ സമരസഭയിൽ നമ്മൾ അവനെതിരെയുള്ള ഒരു പോരാട്ടത്തിലാണ്. ഒരുപക്ഷെ നമുക്ക് തോന്നും അവൻ കൂടുതൽ ശക്തി പ്രാപിക്കുന്നു എന്നൊക്കെ. അതിനനുസരിച്ച് ഇന്ന് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ ഒക്കെ അതിന് ബലമേകുന്ന വിധത്തിൽ ഒരുപക്ഷെ ആ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ഇതൊക്കെ ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ഒരുപക്ഷെ ഒന്ന് ഡൗൺ ആകാൻ സാധ്യതയുണ്ട്. ഈ പിശാച് ശക്തിപ്പെടുകയാണോ എന്ന്? അല്ല, അല്ല. ഈ സമരസഭയിൽ നമ്മൾ എത്രമാത്രം ദൈവത്തെങ്കിലേക്ക് അടുക്കുന്നോ അത്രമാത്രം പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ഇന്ന് ഈ ശുശ്രൂഷയിൽ നമ്മൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്ന ദിവ്യകാരുണ ഈശോയെ ആരാധിക്കുകയാണ്. ഈശോയെ ആരാധിക്കുമ്പോൾ, ഈശോയെ സ്തുതിക്കുമ്പോൾ സാത്താനും അവന്റെ സന്തതികളും ചിതറും. ഹല്ലേലൂയ. നമുക്കൊന്ന് എണീറ്റ് നിൽക്കാം. നമ്മളുടെ വിശ്വാസത്തെ പുറകോട്ടടിക്കുന്ന എന്തെല്ലാം ഈ നാട്ടിൽ സംഭവിച്ചാലും, ഒരുപക്ഷെ ചിലരൊക്കെ പറയും സഭ തകരുന്നു, സഭ തീരുന്നു. പ്രിയമുള്ളവരെ, ഈ സഭ എന്ന് പറയുന്നത് ആരാ? നമ്മളും കൂടെ ഉൾപ്പെടുന്ന സഭ. അതൊരു വൈദികനോ ഒരു കന്യാസ്ത്രീയോ മാത്രമല്ല. വൈദികനും കന്യാസ്ത്രീയും അൽമായനും സഭാ നേതൃത്വങ്ങളും ദിവികാരുണ്യ ഈശോയും എല്ലാവരും കൂടെ കൂടി ചേരുന്ന സഭ. ഹല്ലേലൂയ. 2000 വർഷമായിട്ട് ഈ സഭ നിലനിൽക്കുന്നുവെങ്കിൽ ഇനിയും കാലാകാലങ്ങളിലേക്ക് ദൈവം ഈ സഭയെ നയിക്കും. കാരണം നമുക്ക് സഹായകനായിട്ട് അവൻ നൽകിയിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊന്ന് കരങ്ങൾ ഉയർത്താം. ഈശോയെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. ഓർക്കുക, പരിശുദ്ധാത്മാവ് ഒരിക്കലും ഒന്നിനെയും കുറ്റപ്പെടുത്തുകയില്ല. പരിശുദ്ധാത്മാവ് ഒരിക്കലും ഒന്നിനെയും തള്ളിപ്പറയുകയില്ല. പരിശുദ്ധാത്മാവ് ഒന്നിനെയും വെറുക്കുകയില്ല. പരിശുദ്ധാത്മാവ് എല്ലാവരെയും സ്നേഹിക്കുന്നു, എല്ലാവരെയും ഒന്നിച്ചു ചേർക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. അവൻ നമ്മെ നയിക്കുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, കരങ്ങളൊന്ന് ഉയർത്തി കണ്ണുകളൊന്ന് അടച്ച് ഈശോയെ ഒന്ന് കാണുക. ഇന്ന് വിശുദ്ധ ബലിയിൽ പങ്കെടുത്തവരാണ്, ഈശോയെ സ്വീകരിച്ചവരാണ് നമ്മൾ ഭൂരിഭാഗവും. ഈശോയെ, ആ ദിവ്യകാരുണ്യ ഈശോയെ ഒന്ന് മനസ്സിലൊന്ന് കാണുക. അപ്പമാകാൻ വേണ്ടി, അതെ, അപ്പമാകാൻ വേണ്ടി അവൻ ഇവിടേക്ക് വന്നു. ആ അപ്പം ദിവ്യമായി നമ്മുടെ ഉള്ളിലേക്ക് വന്നു. ഹല്ലേലൂയ. നമുക്ക് ഈശോയെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. പിശാച് എന്നെ പിന്തിരിപ്പിക്കാന്, എന്റെ സമൂഹത്തെ പിന്തിരിപ്പിക്കാന്, എന്റെ നേതൃത്വത്തെ പിന്തിരിപ്പിക്കാന് അവൻ എത്രമാത്രം ശ്രമിച്ചാലും ഞാൻ വീണു പോവുകയില്ല. ഈശോ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. കാരണം അവിടുത്തെ ആത്മാവിനെ അവിടുന്ന് എനിക്ക് നൽകിയിട്ടുണ്ട്. എന്റെ സഹായകനായി അവൻ എന്റെ ഉള്ളിലുണ്ട്. പരിശുദ്ധാത്മാവേ, നെടുവീർപ്പുകൾ പോലും സ്തുതിപ്പുകളായിട്ട് ഉയർത്തുന്ന ദൈവത്തിന്റെ ആത്മാവേ, ഈ നിമിഷങ്ങളിൽ വിശ്വാസത്തോടെ ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. ഹല്ലേലൂയ. കരങ്ങൾ താത്തി, കരങ്ങൾ അടിച്ച് അറിയാവുന്ന ഒരു ഗാനത്തോട് ചേർന്ന് പാടുക. നമ്മെ വിട്ടുപോകും ദൈവത്തിൻ വചനമിത്.
ശക്തമായ കരങ്ങളടിച്ച് കരങ്ങൾ ഉയർത്തി. ശത്രുവിൻ കോട്ടകൾ കോട്ടകൾ ഉയരട്ടെ, യേശുവിൻ ജയക്കൊടി ജയക്കൊടി. വചനവാളെടുത്ത് എതിർക്കുവിൻ എതിർക്കുവിൻ, യേശുവിൻ നാമത്തിൽ തകരട്ടെ ശത്രുവിൻ കോട്ടകൾ കോട്ടകൾ ഉയരട്ടെ, യേശുവിൻ ജയക്കൊടി ജയക്കൊടി. വചനവാളെടുത്ത് എതിർക്കുവിൻ എതിർക്കുവിൻ, യേശുവിൻ നാമത്തിൽ. കരങ്ങൾ താഴ്ത്താം. ഈ നിമിഷങ്ങളിൽ ഹൃദയത്തിൽ ഒത്തിരി വേദനയായിട്ടുള്ള മക്കളെ ഈശോ എന്ന് കാണുക. അതെ അതെ, എല്ലാ പൈശാചിക പീഡകളും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നിന്നും നമ്മുടെ കുടുംബത്തിൽ നിന്നും എല്ലാ രോഗാവസ്ഥകളിൽ നിന്നും മാറിപ്പോകാൻ വേണ്ടി നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണ്. വിശ്വസിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഈശോയെ ഞാൻ സ്നേഹിക്കുന്നു. സാത്താനോ അവന്റെ കുതന്ത്രങ്ങൾക്കോ ഞാൻ കീഴ്പ്പെടുകയില്ല എന്ന് വിശ്വസിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. സാത്താനും അവന്റെ സന്തതികളും തകർക്കപ്പെടട്ടെ. രോഗത്തിന്റെ കരങ്ങളടിക്കാം, ശക്തമായ കരങ്ങളടിക്കാം. ധരിച്ചുകൊണ്ട് യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു, വിട്ടുപോ വിട്ടുപോകാ. കരങ്ങൾ ഉയർത്തി. തകരട്ടെ ശത്രുവിൻ കോട്ടകൾ കോട്ടകൾ ഉയരട്ടെ, യേശുവിൻ ജയക്കൊടി ജയക്കൊടി. വചനവാളെടുത്ത് എതിർക്കുവിൻ എതിർക്കുവിൻ, യേശുവിൻ നാമത്തിൽ. തകരട്ടെ ശത്രുവിൻ കോട്ടകൾ കോട്ടകൾ ഉയരട്ടെ, യേശുവിൻ ജയക്കൊടി ജയക്കൊടി. വചനവാളെടുത്ത് എതിർക്കുവിൻ എതിർക്കുവിൻ, യേശുവിൻ നാമത്തിൽ. ഈശോയെ, ഈ നിമിഷങ്ങളിൽ ഞങ്ങളുടെ നാടിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ രാജ്യത്തെ സമർപ്പിക്കുന്നു. എല്ലാ സമൂഹങ്ങളെ സമർപ്പിക്കുന്നു. ഈ നാട്ടിലെ കലഹത്തിന്റെ, വേദനയുടെ, രോഗങ്ങളുടെ എല്ലാ ആത്മാക്കളും നിർവീര്യമാകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഈ നാളുകളിൽ ഞങ്ങളുടെ നാട്ടിലെ സമാധാനം നിറയാൻ, ഐക്യം നിറയാൻ, സാഹോദര്യം നിറയാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, എല്ലാ പൈശാചിക ബന്ധനങ്ങളെയും അഴിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കരങ്ങളൊന്ന് ഉയർത്തി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളുടെ നാട്ടില് കലഹമുണ്ടാകുന്ന എല്ലാ അന്ധകാര ശക്തികളും തകർക്കപ്പെടട്ടെ. യേശു നാമത്തിൽ തകർക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന്റെ സമാധാനം നിറയട്ടെ. കരങ്ങൾ താഴ്ത്തി അടിക്കാം. കോപത്തിന്റെ, കലഹത്തിന്റെ, മോഹത്തിന്റെ ശക്തികളെ യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു, വിട്ടുപോ വിട്ടുപോകാ. ഏറ്റുപാടാം. കരങ്ങൾ ഉയർത്തി. തകരട്ടെ ശത്രുവിൻ കോട്ടകൾ കോട്ടകൾ ഉയരട്ടെ, യേശുവിൻ ജയക്കൊടി ജയക്കൊടി. വചനവാളെടുത്ത് എതിർക്കുവിൻ എതിർക്കുവിൻ, യേശുവിൻ നാമത്തിൽ. ഒരു ഗണമായി ഏറ്റുപാടുന്നു. തകരട്ടെ ശത്രുവിൻ കോട്ടകൾ കോട്ടകൾ ഉയരട്ടെ, യേശുവിൻ ജയക്കൊടി ജയക്കൊടി. വചനവാളെടുത്ത് എതിർക്കുവിൻ എതിർക്കുവിൻ, യേശുവിൻ നാമത്തിൽ. പാടി. തകരട്ടെ ശത്രുവിൻ കോട്ടകൾ ഉയരട്ടെ, യേശുവിൻ ജയക്കൊടി ജയക്കൊടി. നാമത്തിന് മഹത്വത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ കലഹത്തിന്റെ ആത്മാക്കളും ഈ നാടിനെ വിട്ടു പോകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി, കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമ്മൾ ഈശോയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇരുകരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കാം. ഈശോയുടെ നാമം മഹത്വപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിട്ടുകൊടുത്ത
വിട്ടുകൊടുത്ത് എല്ലാ കലഹത്തിന്റെ ആത്മാക്കളും വിട്ടുപോകട്ടെ, കോപത്തിന്റെ ആത്മാക്കൾ വിട്ടുപോകട്ടെ, വിരോധത്തിന്റെ ആത്മാക്കൾ വിട്ടുപോകട്ടെ. ഓ യേശുവേ, ഒന്ന് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഇറങ്ങി ആരാധിക്കുന്നു, യേശുവേ ആരാധിക്കുന്നു. എല്ലാ നാവിന്റെ ബന്ധനങ്ങളും അഴിഞ്ഞു പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യ ഈശോയെ ആരാധിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ, we are worshiping you Lord. ഹല്ലേലൂയ. യേശുവേ, കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കാം. ഈശോയെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു എന്ന് പറയാം. ഹൃദയത്തിൻ്റെ ഭാഷ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ പിതാവായ ദൈവമേ, പുത്രനായ ഈശോയെ, ദിവ്യ പരിശുദ്ധാത്മാവേ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. എൻ്റെ ഈശോ മതി എനിക്ക്. എൻ്റെ ദേവാലയത്തിൻ്റെ അൾത്താരിക്ക് മുൻപിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ വന്ന നാൾ മുതൽ അൾത്താരിയിൽ എൻ്റെ ഈശോ ഉണ്ട്. ദിവ്യകാരണമായ അവനുണ്ട്. പിന്നെ തൊട്ടുമുകളിൽ കുരിശിൽ തറയ്ക്കപ്പെട്ട രൂപമായി ഒക്കെ അവനുണ്ട്. അൾത്താരിക്ക് മുൻപിലുള്ള വ്യക്തികൾ മാറി മാറി പോകാം. ശുശ്രൂഷകൾ പരികർമ്മം ചെയ്യുന്ന വൈദികരും അവിടെയുള്ള ശുശ്രൂഷികളും അൽമായരും ഒക്കെ മാറിപ്പോകാം. വ്യക്തികൾ മാറിയാലും മാറാത്ത എൻ്റെ കർത്താവ് അവിടെയുണ്ട്. അവൻ എന്നും ഒരുവൻ തന്നെ. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് എന്നും ഒരുവൻ തന്നെ. ഹല്ലേലൂയ. ആ ഒരു ബോധ്യത്തോടെ ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് നമുക്കിരിക്കാം. പ്രൈസ് ദി ലോർഡ്.